എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വിറ്റ്സർലാൻഡിലെ വിശേഷങ്ങൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. ആ കാണുന്ന വാട്ടർഫാളിനടുത്തുള്ള സ്റ്റെപ്പ് കയറുമോ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കാൻ പാടുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സ്വിറ്റ്സർലാൻഡിലെ രണ്ട് സുന്ദരമായ വില്ലേജുകളാണ്, ലോട്ടർബ്രണ്ണനും മുർറനും. സ്വിറ്റ്സർലാൻഡ് യാത്ര പ്ലാൻ ചെയ്തപ്പം ആദ്യം തന്നെ ഞാൻ ഉൾപ്പെടുത്തിയ ഒരു സ്ഥലമായിരുന്നു ലോട്ടർബ്രണ്ണൻ കാണണം എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അതിവിടെ സാധിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ബ്രിയൻസ് റോത്തോൺബാൺ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ബ്രിയൻസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ പോയത് ലോട്ടർബ്രണ്ണൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടുന്ന് സത്യത്തിൽ ഞങ്ങൾ മുർറനിലേക്കാണ് പോയതെങ്കിലും ഞാൻ ആദ്യത്തെ വീഡിയോ ഇടുന്നത് ലോട്ടർബ്രണ്ണൻ വിശേഷങ്ങളാണ്. അപ്പോൾ ലോട്ടർബ്രണ്ണൻ വിശേഷങ്ങൾ കണ്ടിട്ട് നമുക്ക് മുർറനിലെ വിശേഷങ്ങൾ കാണാം. Empty hearts and neon lights, the playing with. ആ കാണുന്ന വാട്ടർഫാളിൻ്റെ സൈഡിലായിട്ട് സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് സ്റ്റെപ്പ് കയറിയിട്ട് ഒരുവിധം നിൽക്കാൻ പറ്റുന്ന സ്ഥലത്ത് വരെ നമുക്ക് നിൽക്കാം. എന്നിട്ട് വെള്ളത്തിന് ശരിക്കും വെള്ളം വീഴുന്നതൊക്കെ കണ്ടറിയാൻ പറ്റും. അങ്ങനെ ഒരുപാട് പേര് സ്റ്റെപ്പ് കയറിയിട്ട് പോകുന്നുണ്ടായിരുന്നു. ഭയങ്കര സ്ലിപ്പറിയാണ് ആ സ്റ്റെപ്പുകളൊക്കെ. ആ സ്റ്റെപ്പ് കയറാൻ പറ്റുമോയെന്നാണ് നേരത്തെ എന്നോട് ചോദിച്ചത്. ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് പറ്റില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ആരും സ്റ്റെപ്പ് കയറിയിട്ടൊന്നുമില്ല, വെറുതെ അടുത്തുനിന്നൊക്കെ പോയി കണ്ടു എന്ന് മാത്രം. ലോട്ടർബ്രണ്ണനിടയിലൂടെ ഒരു റിവർ ഒഴുകുന്നുണ്ട്. വീസ് ലുഷീന എന്നാണ് ഇതിൻ്റെ പേര്. പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോന്നൊന്നും അറിയില്ല. എന്തായാലും ആ സ്ഥലത്ത് പോയിരിക്കാൻ ഒരു പ്രത്യേക സുഖമായിരുന്നു. ആ റിവറിൻ്റെ ശബ്ദം കേട്ട് അങ്ങനെ ഇരിക്കാൻ തോന്നി. ഈ സ്ഥലത്ത് കുറേ കുഞ്ഞു കുഞ്ഞു വീടുകൾ പോലെ കണ്ടു. ആദ്യം ഞാൻ വിചാരിച്ചത് എല്ലാം വീടുകളാണെന്നാണ്. പിന്നെ എനിക്ക് മനസ്സിലായി എല്ലാ വീടുകളല്ല, ചിലതൊക്കെ ഷോപ്പുകളാണെന്ന്. ഈ സ്ഥലത്തു നിന്നുള്ള കുറേ വീഡിയോകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്ഥലം ഞങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ടു എന്ന്. ഇത്രയും ശാന്തമായിട്ടുള്ള പ്രകൃതിയുടെ ശബ്ദം മാത്രം കേൾക്കുന്ന ഒരിടം പിന്നീട് ഒരിക്കലും കേൾക്കാനോ കാണാനോ ഇടയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ കുറേ നേരം നിന്നു. ലോട്ടർബ്രണ്ണൻ്റെ മറ്റൊരു പ്രത്യേകത ഇൻസ്റ്റഗ്രാം വീഡിയോകളിലൂടെ ഞാൻ ശ്രദ്ധിച്ചത് പൂക്കളാൽ അലങ്കരിച്ച വീടുകളായിരുന്നു. അങ്ങനെ പൂക്കളാൽ അലങ്കരിച്ച വീടുകൾ ഇവിടെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കാണണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറേ നടന്നു. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ കണ്ട പോലത്തെ പൂക്കളാൽ അലങ്കരിച്ച വീടുകളുടെ അടുത്തൊന്നും ഞങ്ങൾക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും കുറേ വീടുകളുടെ ചുറ്റിലും ഞങ്ങൾ പോയി. അതിനായിട്ട് ഞങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നു. നടന്ന് ക്ഷീണിച്ചപ്പോൾ ഒരു ഷോപ്പ് കയറിയിട്ട് ഐസ്ക്രീമും പിന്നെ സ്നാക്സൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെയും ഞങ്ങൾ നടന്നു. ടൂറിസ്റ്റ് ഒന്നും എത്താത്തൊരു സ്ഥലത്ത് വരെ ഞങ്ങൾ നടന്നു കേട്ടോ. അങ്ങനെ വീടുകൾ അന്വേഷിച്ച് നടന്നത് കാരണം ഇതുപോലെയുള്ള കുറേ മനോഹരമായ സ്ഥലങ്ങളിൽ ഞങ്ങൾ എത്തിപ്പെട്ടു. ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് ജീവിക്കാൻ പറ്റിയ ആളുകളുടെ ഭാഗ്യത്തെക്കുറിച്ചായിരുന്നു ഞാൻ ആ നിമിഷം ആലോചിച്ചത്.
അവസാനം ഞങ്ങൾ നടന്നെത്തിയത് ഒരു ക്യാമ്പിംഗ് സൈറ്റിലാണ്. അവിടെ കുറേ ക്യാമ്പർ വാനൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. വാനിൽ ക്യാമ്പ് ചെയ്യുന്നവരായിരുന്നു അവരൊക്കെ. അപ്പോൾ ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റിയൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു എന്നും തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നെത്തിയത് അവിടെയായിരുന്നു. ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ചില പ്ലേ ഏരിയകളും കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ മോള് നല്ലോണം യൂട്ടിലൈസേഷൻ ചെയ്തു. പാരൻസിൻ്റെ കൂടെ ക്യാമ്പ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്ലേ ഏരിയ ആണെന്ന് തോന്നുന്നു ഇത്. ആ ക്യാമ്പ് സൈറ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. വാൻ മാത്രമല്ല, ടെൻറ്റിലും ക്യാമ്പ് ചെയ്യുന്നവരെ ഞങ്ങൾ കണ്ടു അവിടെ. അങ്ങനെ ഏരിയയിലൂടെയാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത്. നമ്മളുടെ വീഡിയോന് ആദ്യത്തിൽ കണ്ട വാട്ടർഫാളില്ലേ, ആ വാട്ടർഫാളിൻ്റെ പിക്ചറായിരുന്നു കുറേ കാലം എൻ്റെ ലാപ്ടോപ്പിലെ വാൾപേപ്പർ. ആ സ്ഥലം എവിടെയാണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പിക്ചറായിരുന്നു. അതുകൊണ്ട് ആ വാൾപേപ്പർ മാറ്റാതെ വെച്ചതായിരുന്നു. കുറേ കാലത്തിന് ശേഷം ഇൻസ്റ്റഗ്രാം എന്നാണ് എനിക്ക് മനസ്സിലായത് അത് ലോട്ടർബ്രണ്ണനിലുള്ള സ്ഥലമാണെന്ന്. അങ്ങനെ ആ സ്ഥലം കാണണമെന്നുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. അതാണ് ഇപ്പോൾ സാധിച്ചത്. ഞങ്ങൾ നടന്ന് എത്തിയ സ്ഥലത്ത് ഒരുപാട് ടൂറിസ്റ്റുകളെയൊന്നും കണ്ടില്ല. കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും ദൂരം ഞങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ തിരിച്ച് നടക്കുന്ന സമയത്താണ് കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ കണ്ടു തുടങ്ങിയത്. ലോട്ടർബ്രണ്ണ് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയാൽ ഉടനെ നമ്മൾ കാണുന്നത് ഒരു സ്ട്രീറ്റാണ്. നിറയെ ഷോപ്പുകളിലുള്ള സ്ട്രീറ്റ്, തിരക്ക് പിടിച്ചൊരു സ്ട്രീറ്റാണ്. ഷോപ്പുകൾ മെയിനായിട്ടും സുവനീർ ഷോപ്സും റെസ്റ്റോറൻറ്റ്സും ഒക്കെയാണ്. അതിലൂടെ കുറച്ച് നടന്നാൽ നമ്മൾ ഈ ഭംഗി ഇങ്ങനെ കണ്ടു തുടങ്ങും, ദൂരന്നേ കണ്ടു തുടങ്ങും. ആ കാഴ്ച ഒരു നല്ല രസമുള്ള ഒരു കാഴ്ചയായിരുന്നു. അവിടുത്തെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. അത് ശരിക്കും മിസ്സിങ് ആണ്. ആ വീഡിയോ എടുക്കാത്തതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയപ്പോഴുള്ള വഴിക്കല്ല തിരിച്ച് നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ആരും പോവാത്ത വഴികളിലൂടെയായിരുന്നു ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നത്. പാടത്തും പറമ്പത്തൂടെ ഒക്കെ പോവില്ലേ, അതുപോലെയായിരുന്നു ഞങ്ങൾ പോയത്. കാരണം എനിക്ക് വീടുകളുടെ വീഡിയോസ് എടുക്കണമെന്ന്, വീടുകൾ കാണണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അങ്ങനെ പോയത്. ആരും നടക്കാത്ത വഴികളിലൂടെ പോയത്. പൂക്കളുള്ള വീടുകൾ കാണാൻ വേണ്ടിയിട്ട് കുറേ നടന്നിട്ടും അങ്ങനെ ഒരുപാട് പൂക്കളുള്ള വീടുകളൊന്നും കാണാൻ പറ്റിയില്ല. ആ സങ്കടമായിരുന്നു. അങ്ങനെ ഇടവഴികളിലൂടെ നടന്നത് കാരണം പോകുമ്പോഴും വരുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റി. ലോട്ടർബ്രണ്ണനിലെ വിശേഷങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി മുറനിൽ ഞങ്ങൾ എങ്ങനെ എത്തിയെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പറയാം. ഞങ്ങൾ ബ്രയൻസ് റോത്തോൺ ബാണ് കഴിഞ്ഞിട്ട് ബ്രയൻസിൽ നിന്ന് ലോട്ടർബ്രണ്ണനിലേക്കാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. ലോട്ടർബ്രണ്ണൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഞങ്ങളൊരു ബോർഡ് കാണാനിടയായി. ഷിൽത്തോണിലേക്കും മുറനിലേക്കും ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോകാൻ പറ്റുമെന്ന്. നിങ്ങളുടെ കയ്യിൽ സ്വിസ് പാസ് ഉണ്ടെങ്കിൽ മുറനിലേക്ക് പോകാൻ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഷിൽത്തോണിലേക്ക് പോകാൻ ഹാഫ് ടിക്കറ്റ് എടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ മുറനിലേക്ക് പോകാൻ തീരുമാനിച്ചു. മുറനിലേക്ക് പോകാൻ കേബിൾ കാർ യൂസ് ചെയ്യണം. ആ കേബിൾ കാറാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഒരുപാട് പേർക്ക് കയറാൻ പറ്റുന്ന ഒരു കേബിൾ കാർ. അതിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. കുറേ ആളുകൾ ഉണ്ടായിരുന്നു, സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. നിന്നിട്ടാണ് നമ്മൾ പോകുന്നത്. മുറൻ എന്ന് പറയുന്നത് ഒരു മൗണ്ടെയിൻ വില്ലേജാണ്. അവിടേക്ക് പോകണമെങ്കിൽ ഈ കേബിൾ കാർ മാത്രമേ ആക്സസിബിൾ ഉള്ളൂ. കേബിൾ കാർ പോയിട്ട് ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തും. ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു ട്രെയിൻ എടുക്കും. അതാണ് നമ്മളെ മുറനിലേക്ക് എത്തിക്കുക. Empty hearts and neon lights, they're playing with my mind. Gotta get out of here tonight. Oh, I wanna run off and fly. And I'll tell myself it's fine to be alone, just to find somewhere that finally
ഏകദേശം ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ സമയമെടുക്കും നമ്മൾ ലോട്ടോബ്രണ്ണിൽ നിന്ന് മുറനിലേക്ക് എത്താൻ. അത് ഈ കേബിൾ കാർ റൈഡ്, പിന്നെ ട്രെയിൻ റൈഡ്, പിന്നെ നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്യുന്ന സമയം, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മളൊരു 20-30 മിനിറ്റിനുള്ളിൽ മുറനിലെത്തും. കേബിൾ കാർ സ്റ്റേഷനിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ഒരു നാരോ ഗേജ് ട്രെയിനിലാണ്, ഒരു കുഞ്ഞ് ട്രെയിനാണ്. അപ്പോൾ നമ്മൾ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ഇനി ട്രെയിൻ വെയിറ്റ് ചെയ്തിട്ട് ട്രെയിനിൽ കയറാം. ഈ സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരു സഫോക്കേഷൻ ഫീൽ ചെയ്തു. എന്തുകൊണ്ടാണെന്നറിയില്ല, അതെനിക്ക് മാത്രം ഫീൽ ചെയ്തതാണോ എന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇപ്പം ട്രെയിനിന് പുറപ്പെടുകയാണ്. ട്രെയിനിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. തിരിച്ചു വരുമ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ യാത്ര പോകുന്നത്. കാരണം നമ്മളിപ്പോൾ മലമുകളിൽ ഓൾറെഡി എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ മുറനിലേക്ക് എത്തണം. മുറൻ എന്നത് ഞാൻ പറഞ്ഞല്ലോ മൗണ്ടെയിൻ വില്ലേജാണ്. പിന്നെ അതിൻ്റെ വേറൊരു പ്രത്യേകത എന്നത് കാർ ഫ്രീ വില്ലേജാണ്. അതുകൊണ്ട് തന്നെ മുറനിലേക്ക് എത്തണമെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നടന്ന് കയറണം. പിന്നെ ബൈക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ ഞങ്ങൾ മുറനിലെത്തിയപ്പോൾ അവിടെ 1-2 കാറുകൾ കണ്ടു. ആ കാറുകൾ എങ്ങനെയാണ് ഈ മലമുകളിൽ എത്തിയതെന്നറിയില്ല. ഷിൽത്തോൺ സമ്മിറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഷിൽത്തോൺ സമ്മിറ്റിൽ എത്തണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ടിസ് പാസ് ഉണ്ടെങ്കിൽ ഹാഫ് ടിക്കറ്റ് എടുക്കണം. ഷിൽത്തോണിൽ പോവണ്ട, പകരം ജംഗ്ഫ്രോയിൽ പോവാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഷിൽത്തോണിൽ പോവാതിരുന്നത്. പക്ഷേ ഞങ്ങളുടെ ടൈറ്റ് സ്കെഡ്യൂൾ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജംഗ്ഫ്രോയിൽ പോകാനും പറ്റിയില്ല. നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ. എന്തായാലും നിങ്ങൾ വരണം. ഞങ്ങൾക്ക് ഭാഗ്യത്തിന് വരാൻ പറ്റിയതാണ്. ഞങ്ങളങ്ങനെ ഒരു ബോർഡ് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വരില്ലായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ ആ ബോർഡ് കണ്ടു, അതുകൊണ്ട് ഞങ്ങളിവിടെ എത്തി. മുറനിലെത്തിയ ഉടനെ ഞങ്ങൾ കണ്ടത് ഹോട്ടൽസാണ്. എനിക്ക് തോന്നുന്നത് ടൂറിസ്റ്റുകൾ വന്ന് ഇവിടെയൊക്കെയാണ് താമസിക്കുന്നതെന്ന് തോന്നുന്നു. നല്ല രസമുള്ള സ്ഥലമല്ലേ. ഷിൽത്തോൺ സമ്മിറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് വരുന്നൊരു ഏരിയ ആണിത്. ഇത് അവർ ഫോട്ടോ സ്പോട്ടായിട്ട് തന്നെ വെച്ചതാണെന്ന് തോന്നുന്നു. അവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനായിട്ട് നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഓരോരുത്തരായിട്ട് വന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഇൻസ്റ്റാഗ്രാം റീൽസും ഒക്കെ എടുത്തു. വീഡിയോ എടുക്കുന്ന സമയത്ത് ആ സമ്മിറ്റ് ഏരിയയിൽ ഭയങ്കരമായിട്ട് ഗ്രെയിൻസ് വരുന്നുണ്ട്. ഞാൻ ഫോണിലാണല്ലോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഒരു പ്രൊഫഷണൽ ക്യാമറ അത്യാവശ്യമായിരുന്നു ആ സ്ഥലം വീഡിയോ എടുക്കാനെന്ന്. എല്ലായിടത്തും ചെയ്യുന്നത് പോലെ ഈ സ്ഥലത്ത് ഞങ്ങൾ ഒരുപാട് നടന്നു. കുറേ നടന്നിട്ട് ഞങ്ങൾ ശരിക്കും തളർന്നിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഡ്രിങ്കും വാട്ടറുള്ള ഏരിയകൾ കുറേ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വെള്ളമൊക്കെ റീസ്റ്റോർ ചെയ്തിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫുഡ് പാർസൽ എടുത്തിരുന്നു. അത് ഞങ്ങൾ കുറേ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഒരുപാട് പേരിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് പോയിരുന്നിട്ട് ഭക്ഷണം കഴിച്ചിരുന്നു. ആ സ്ഥലത്ത് ഒരു തമാശ ഉണ്ടായി. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് കുറച്ച് ചെമ്മരി ആടുണ്ടായിരുന്നു. ആ ആടുകൾ ഭക്ഷണം കഴിക്കുന്നവരുടെ അടുത്ത് വന്നിട്ട് ശരിക്കും ഇങ്ങനെ തല കൊണ്ട് ഇടിക്കും നമ്മളാ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനൊക്കെ പേടിച്ച് ഓടിയെന്ന് പറയാം. അതിനൊരു മണിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ആ മണി ഇങ്ങനെ കുലുക്കിയിട്ടാണ് നടക്കുന്നത്. അത് മണിയെ കുലുക്കി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഞാൻ ഓടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കഷ്ടപ്പെട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ച് തീർത്തത്. ഞങ്ങൾ ട്രെയിനിൽ മുറനിലേക്ക് പോകുന്ന വഴിക്ക് ഒരു സ്റ്റോപ്പ് കണ്ടിരുന്നു. അതായത് കേബിൾ കാർ നിർത്തിയ റെയിൽവേ സ്റ്റേഷനും മുഴൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഇടയിൽ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ആ സ്റ്റോപ്പിൽ തിരിച്ചു വരുമ്പോൾ ഇറങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ആ സ്റ്റോപ്പിൽ ഇറങ്ങി. ഞങ്ങൾ വിചാരിച്ചത് മുഴൻ പോലെയുള്ള ഒരു ഏരിയ ഉണ്ടാവും, മലമുകളിലേക്കായിട്ട് നടന്നു പോകാനുള്ള സ്ഥലം ഉണ്ടാവും എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഇറങ്ങിയപ്പോൾ മനസ്സിലായി അവിടെ ഒരു റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളൂ. ആ റെസ്റ്റോറൻറ്റിന് മാത്രമായിട്ടാണ് ആ സ്റ്റേഷൻ ഉള്ളത്. പിൻഡറെഗ് എന്ന റെസ്റ്റോറൻ്റാണ് ഇവിടെ ഉള്ളത്. എൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിൻ വരുന്നുണ്ട്. ഇതാണ് നാരോ ഗേജ് ട്രെയിന്. അപ്പോൾ നമ്മൾ ഇതിൽ കയറിയിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബായ്.